എല്ലാ കൂട്ടുകാർക്കും ചിത്രാസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് 12 ജ്യോതിർലിംഗങ്ങളിലൊന്നായ ഭീമാശങ്കർ ക്ഷേത്രത്തിലേക്കാണ്. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ഭീമാശങ്കർ എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് ഭീമാശങ്കർ ക്ഷേത്രം. ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ്. കൂടാതെ 12 ജ്യോതിർലിംഗങ്ങളിലൊന്ന് ഇവിടെയുണ്ട്. ശിവന്റെ പുണ്യക്ഷേത്രങ്ങളാണ് ജ്യോതിർലിംഗങ്ങൾ. ശിവൻ തന്നെ ഈ സ്ഥലങ്ങൾ സന്ദർശിച്ചിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിനാൽ ഭക്തരുടെ ഹൃദയങ്ങളിൽ അവയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ജ്യോതിർലിംഗം എന്നാൽ പ്രകാശസ്തംഭം അല്ലെങ്കിൽ സ്തംഭം എന്നാണ് അർത്ഥമാക്കുന്നത്. സ്തംഭം തുടക്കമോ അവസാനമോ ഇല്ലെന്ന് പ്രതിനിധീകരിക്കുന്നു. ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ആരാണ് പരമദേവൻ എന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായപ്പോൾ ശിവൻ ഒരു പ്രകാശ സ്തംഭമായി പ്രത്യക്ഷപ്പെട്ട് ഓരോരുത്തരോടും അറ്റങ്ങൾ കണ്ടെത്താൻ ആവശ്യപ്പെട്ടു. ഇരുവർക്കും അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഈ പ്രകാശ സ്തംഭങ്ങൾ വീണ സ്ഥലങ്ങളിലാണ് ജ്യോതിർലിംഗങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ, തടാകങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയാൽ നിറഞ്ഞ ഇടതൂർന്ന വനങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭീമാശങ്കർ ജ്യോതിർലിംഗം പ്രകൃതി അന്വേഷകർക്കും തീർത്ഥാടകർക്കും ഒരുപോലെ പ്രിയപ്പെട്ട സ്ഥലമാണ്. പുരാതനമായ ഈ ക്ഷേത്രം സ്വയംഭൂലിംഗത്തിന്, അതായത് സ്വയം ഉത്ഭവിച്ച ഒരു ലിംഗത്തിന് ചുറ്റുമാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിൽ തറയുടെ മധ്യഭാഗത്താണ് ലിംഗം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ തൂണുകളിലും വാതിൽപ്പടികളിലും ദൈവികരുടെയും മനുഷ്യരുടെയും സങ്കീർണമായ കൊത്തുപണികളുണ്ട്. പുരാണങ്ങളിൽ നിന്നുള്ള രംഗങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിനുള്ളിൽ ശനീശ്വര ഭഗവാൻ ഒരു ക്ഷേത്രമുണ്ട്. ശിവക്ഷേത്രങ്ങളിൽ സാധാരണ കാണുന്ന പോലെ ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ ശിവന്റെ വാഹനമായ നന്ദിയുടെ പ്രതിമയും കാണാം. ഭീമാശങ്കർ ജ്യോതിർലിംഗവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ഐതിഹ്യങ്ങളുണ്ട്. ഒരു ഐതിഹ്യമനുസരിച്ച് ത്രിപുരാസുരൻ എന്ന അസുരൻ ഭീമാശങ്കര കാട്ടിൽ ശിവനെ പ്രീതിപ്പെടുത്താനും അമർത്യത എന്ന വരം ചോദിക്കാനും തപസ്സനുഷ്ഠിച്ചു. ശിവന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ തന്റെ ശക്തി ഉപയോഗിച്ച് തദ്ദേശീയരെ സഹായിക്കുമെന്ന വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് അമർത്യത നൽകി. ത്രിപുരാസുരൻ അദ്ദേഹത്തോട് യോജിച്ചു. എന്നിരുന്നാലും കാലക്രമേണ അവൻ തന്റെ വാഗ്ദാനം മറന്നു. മനുഷ്യരെയും ദേവന്മാരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. തുടർന്നുണ്ടായ കുഴപ്പങ്ങൾ തടയാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ദേവന്മാർ ശിവനോട് അപേക്ഷിച്ചപ്പോൾ ഭഗവാൻ തന്റെ പത്നിയായ പാർവതിയോട് പ്രാർത്ഥിച്ചു. ഇരുവരും അർദ്ധനാരി നടേശ്വരനായി പ്രത്യക്ഷപ്പെടുകയും ത്രിപുരാസുരനെ വധിക്കുകയും ചെയ്തു. അതിനുശേഷം സമാധാനം പുലർന്നു. മറ്റൊരു ഐതിഹ്യമനുസരിച്ച് സഹ്യാദ്രി പർവ്വതനിരകളിലെ ഡാകിനി വനങ്ങളിൽ ഭീമൻ എന്ന അസുരൻ അമ്മ കർക്കടകിയോടൊപ്പം താമസിച്ചിരുന്നു. വാസ്തവത്തിൽ അവൻ രാവണന്റെ ഇളയ സഹോദരനായ കുംഭകർണന്റെ മകനായിരുന്നു. ഭഗവാൻ വിഷ്ണു രാമന്റെ അവതാരത്തിൽ തൻ്റെ പിതാവിനെ കൊന്നുവെന്നറിഞ്ഞപ്പോൾ അവൻ കോപാകുലനായി ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്താൻ പ്രതികാരം ചെയ്യുകയും കഠിനമായ തപസ് ചെയ്യുകയും ചെയ്തു. പകരമായി ബ്രഹ്മാവ് അദ്ദേഹത്തിന് അപാരമായ ശക്തി നൽകി അനുഗ്രഹിച്ചു. ആ ശക്തി ഉപയോഗിച്ച് അദ്ദേഹം ലോകത്തെ ഭയപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഒരു കടുത്ത ശിവഭക്തനായ കാമരൂപേശ്വരനെ തടവിലാക്കി. ശിവന് പകരം തന്നോട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. കാമരൂപേശ്വർ അതിന് വിസമ്മതിച്ചപ്പോൾ ഭീമൻ ശിവലിംഗത്തെ നശിപ്പിക്കാൻ വാളുയർത്തി. അപ്പോഴാണ് ശിവൻ അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തെ ഭസ്മമാക്കിയത്. ശിവൻ സ്വയം അവതരിച്ച സ്ഥലത്താണ് ഇപ്പോൾ കാണുന്ന ശിവലിംഗം എന്ന് വിശ്വസിക്കപ്പെടുന്നു. സഹ്യാദ്രി പർവ്വതനിരകളുടെ അങ്ങേയറ്റത്തെ അരികിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭഗവാൻ തന്നെ പർവ്വതനിരകളിൽ കാവൽ നിൽക്കുന്നത് പോലെയാണിത്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വനപ്രദേശം വിവിധതരം സസ്യജന്തുജാലങ്ങളാൽ സമ്പന്നമാണ്. പുരാതന ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെയും ആധുനിക നാഗര ശൈലിയുടെയും മിശ്രിതമാണ് ക്ഷേത്രത്തിന്റെ ഭംഗി. ഭീമാശങ്കർ ക്ഷേത്രത്തിന് പിന്നിലായി മോക്ഷകുണ്ട് തീർത്ഥം സ്ഥിതി ചെയ്യുന്നത്. ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുമ്പ് കുണ്ടത്തിൽ കുളിക്കുക എന്നതാണ് ആചാരം. മഹാമുനി കൗശികന്റെ ഐതിഹാസിക തപസ്സിന്റെ ഫലമാണ് ഈ കുണ്ട്. കൂടാതെ ദത്താത്രേയൻ സൃഷ്ടിച്ച ജ്ഞാനകുണ്ടും ദക്ഷിണദേവിയുമായി ബന്ധപ്പെട്ട സർവ്വതീർത്ഥവും ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്തായി കുശാരണ്യ തീർത്ഥം സ്ഥിതി ചെയ്യുന്നു. ഇവിടെ നിന്നാണ് ഭീമാ നദി കിഴക്കോട്ട് ഒഴുകാൻ തുടങ്ങുന്നത്.
അഹങ്കാരത്തിനു മേലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ വിജയമാണ് ഭീമാശങ്കർ ക്ഷേത്രം അടയാളപ്പെടുത്തുന്നത്. അതിനാൽ ശുദ്ധമായ ഹൃദയത്തോടെ ക്ഷേത്രം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും എല്ലാ മാനസിക മാലിന്യങ്ങളിൽ നിന്നും മുക്തി നേടാൻ കഴിയുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രം ആദ്യം ആരാണ് നിർമ്മിച്ചത് എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ ഗവേഷകരും സാഹിത്യ സ്രോതസ്സുകളും അവകാശപ്പെടുന്നത് ക്ഷേത്രഘടനയ്ക്ക് കുറഞ്ഞത് 800 വർഷമെങ്കിലും പഴക്കമുണ്ടെന്നാണ്. ഛത്രപതി ശിവാജി മഹാരാജ്, രാജാറാം മഹാരാജ്, പേഷ്വ ബാലാജി വിശ്വനാഥ് തുടങ്ങിയ നിരവധി ചരിത്ര പുരുഷന്മാർ ഈ പുണ്യക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. ദീക്ഷിത് പട്വർദ്ധൻ, രഘുനാഥ് റാവു തുടങ്ങിയ മറ്റ് പേഷ്വ ഭരണാധികാരികളും ക്ഷേത്രത്തിലെ പ്രധാന പുനരുദ്ധാരണങ്ങൾക്ക് സംഭാവന നൽകി. 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാർ ക്ഷേത്രമേഖലയെ ഭീമാശങ്കർ വന്യജീവി സങ്കേതമായി അംഗീകരിച്ചു. നിലവിൽ ഭീമാശങ്കർ ക്ഷേത്രം പൂനെ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെയും മഹാരാഷ്ട്ര സർക്കാരിൻ്റെയും ഭരണത്തിലാണ്. ഭീമാശങ്കർ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു ശ്രീരാമ ക്ഷേത്രവും കളംജ മാതാ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ത്രിപുരാസുരനെ വധിക്കുന്നതിനായി ഭഗവാൻ ശിവനും പാർവതി ദേവിയും കളംജ മാത എന്ന പേരിൽ പുതിയൊരു രൂപം സ്വീകരിച്ചു. ഇത് അർദ്ധനാര്യ നടേശ്വരൻ എന്നറിയപ്പെടുന്നു. ത്രിപുരാസുരനെതിരെയുള്ള യുദ്ധത്തിൽ ശിവനെ സഹായിച്ച പാർവതിയുടെ അവതാരമാണ് കളംജ മാത. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.